ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാത സമയം ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 19 വാക്യമാണ്. ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, അവൾ ചെന്ന് തോൽസഞ്ചിയിൽ വെള്ളം നിറച്ചു ബാലന് കുടിക്കാൻ കൊടുത്തു. പ്രിയ ദൈവപൈതലേ, ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ദാരിദ്ര്യവുമല്ല, രോഗവുമല്ല, ഏകാന്തതയുമല്ല, മറിച്ച് ദൈവം എന്നെ മറന്നുപോയോ എന്ന ഒറ്റ തോന്നലാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ, വർഷങ്ങളായി കാത്തിരുന്ന വാതിലുകൾ തുറക്കാതെ നിൽക്കുമ്പോൾ, എല്ലാവരും നമ്മെ വിട്ടുപോയി എന്ന് തോന്നുമ്പോൾ ഹൃദയം നിശബ്ദമായി നമ്മളോട് ചോദിക്കും, കർത്താവേ, നീ എന്നെ കാണുന്നില്ലയോ? എന്നാൽ ഇന്ന് ഈ പ്രഭാത സമയം വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത്, മനുഷ്യർ നിന്നെ മറന്നേക്കാം, എന്നാൽ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ ഒരിക്കലും മറക്കത്തില്ല. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അബ്രഹാമിന് വാഗ്ദത്ത പുത്രനായ യിസ്ഹാക്ക് ജനിച്ചതിന് ശേഷം കുടുംബത്തിൽ വലിയൊരു സംഘർഷമുണ്ടായി. സാറ ഹാഗറിനെയും അവളുടെ മകൻ ഇസ്മായിലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അബ്രഹാമിന് അത് അത്യന്തം ദുഃഖകരമായിരുന്നു. എങ്കിലും ദൈവം അവനോട് അരുളി ചെയ്തു, സാറ പറയുന്നത് പോലെ ചെയ്യുക. അടുത്ത ദിവസം തന്നെ രാവിലെ അബ്രഹാം കുറച്ച് അപ്പവും ഒരു തുരുത്തി വെള്ളവും നൽകി ഹാഗറിനെയും മകനെയും യാത്രയാക്കി. ഒരിക്കൽ അബ്രഹാമിന്റെ വീട്ടിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഹാഗർ ഇപ്പോൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. വെള്ളം തീർന്നു പോയി, ഭക്ഷണവും തീർന്നു പോയി, പ്രത്യാശയും തീർന്നു പോയി. ഒരമ്മയ്ക്ക് തന്റെ മകന്റെ മരണം കാണാൻ കഴിയാതെ അവനെ ഒരു കുറ്റിച്ചെടിയുടെ കീഴിൽ കിടത്തി ദൂരെ ഇരുന്ന് കരഞ്ഞു. അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഇനി ഒന്നും മുന്നോട്ടില്ല, എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ഇവിടെയാണ് മനുഷ്യന്റെ കാഴ്ചയും ദൈവത്തിന്റെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹാഗർ അവസാനം കണ്ടു കിടക്കുമ്പോൾ ദൈവം അവസരങ്ങളെ കാണുകയാണ്. ഹാഗർ മരുഭൂമിയെ കണ്ടു നിൽക്കുമ്പോൾ ദൈവം നീരുറവയെ കാണുകയാണ്. ഹാഗർ കണ്ണുനീർ കണ്ടു നിൽക്കുമ്പോൾ ദൈവം നാളെയുടെ സാക്ഷ്യത്തെ കാണുകയാണ്. വചനം പ്രകാരം പറയുന്നു, ദൈവം ബാലന്റെ ശബ്ദം കേട്ടു. അതിനുശേഷം ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ശ്രദ്ധിക്കുക, ദൈവം ആ നിമിഷം ഒരു നീരുറവ സൃഷ്ടിച്ചില്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാറേണ്ടിയിരുന്നത് മരുഭൂമിയല്ല, ഹാഗറിന്റെ കാഴ്ചയായിരുന്നു എന്നത് വ്യക്തമാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹം പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ ഭയം കാരണം, നിരാശ കാരണം, കണ്ണുനീർ കാരണം, അവിശ്വാസം കാരണം ഇവയെല്ലാം നമ്മുടെ ആത്മീയ കാഴ്ചയെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, കർത്താവേ, എന്റെ സാഹചര്യം മാത്രം മാറ്റണമെന്നല്ല, എന്റെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കണമേ. കാരണം സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് കാഴ്ചപ്പാട് മാറിയിരിക്കണം. കാഴ്ച മാറുമ്പോൾ വിശ്വാസം ജനിക്കുവാൻ തുടങ്ങും. വിശ്വാസം ജനിക്കുമ്പോൾ പ്രത്യാശ ഉയരാൻ തുടങ്ങും. പ്രത്യാശ ഉയരുമ്പോൾ ദൈവത്തിന്റെ വഴികൾ കാണാൻ തുടങ്ങും. പ്രിയ ദൈവപൈതലേ, ഹാഗറിനെ മരുഭൂമി രക്ഷിച്ചത് ഒരു പുതിയ അത്ഭുതമല്ല. ദൈവം മുമ്പേ ഒരുക്കിയിരുന്നത് അവൾ കാണാനിടയായതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ കാണാത്തത് കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അവൻ മൗനമാണെന്നല്ല, നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് അവൻ അകലെയാണെന്നുമല്ല. ദൈവം നിശബ്ദമായി പ്രവർത്തിക്കുന്ന സമയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരുക്കങ്ങളുടെ സമയമായി മാറും. ഇന്ന് ഈ പ്രഭാത സമയം നീ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാണ്. നിരാശപ്പെടരുത്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേട്ടിട്ടുണ്ട്. മനുഷ്യർ നിങ്ങളെ ഉപേക്ഷിച്ചാലും ദൈവം ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ മരുഭൂമിയിൽ ദൈവം ജീവന്റെ ഉറവ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ അവസാനമെന്ന് കരുതുന്ന സ്ഥലത്ത് ദൈവം ഒരു പുതിയ തുടക്കം ഒരുക്കാൻ പോവുകയാണ്. ഇന്ന് അടഞ്ഞതായി തോന്നുന്ന വഴിയിൽ നാളെ ദൈവത്തിന്റെ കൃപയുടെ അടയാളം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, നിന്റെ കണ്ണുകൾ ഉയർത്തുക, ഞാൻ ഒരുക്കിയ അനുഗ്രഹം നീ വിചാരിച്ചതിലും അധികമാണ്, അത് നിന്റെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഹാഗറിനെ മരുഭൂമിയിൽ കൈവിടാതിരുന്നത് പോലെ ഞങ്ങളെയും കൈവിടരുത്. നിരാശയുടെ മേഘങ്ങൾ ഞങ്ങളുടെ ആത്മീയ കാഴ്ച മൂടാതിരിക്കട്ടെ. ഞങ്ങളുടെ കണ്ണുനീർ നീ കാണുകയും ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ അവിടുന്ന് വെളിപ്പെടുത്തി തരികയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവ ബ്ലസ്സട്ടെ. ഗോഡ് ബ്ലസ് യു.